ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷേർഷായെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സുർ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തെക്കുറിച്ചുമാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഭരണത്തിൽ നടത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഷേർഷായുടെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച്, ഭരണത്തിൽ നടത്തിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൃഷിക്കാരോട് വളരെ അനുകമ്പയുള്ള ആളായിരുന്നു. അദ്ദേഹം ഈ ഒരു മിലിറ്ററിയുടെ മൂവ്മെൻറ്റിൽ തന്നെ കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് റീഫോംസ് അല്ലെങ്കിൽ മറ്റ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അദ്ദേഹം റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് നികുതി കളക്ട് ചെയ്യുന്നതിന്, പ്രധാനമായും ഈ ഒരു കൃഷിക്കാരിൽ നിന്നും അവരുടെ കാർഷിക വിളവിൻ്റെ ഒരു ഭാഗം രാജാവിന് അല്ലെങ്കിൽ സുൽത്താവിന് ഈ ഒരു നികുതിയായിട്ട് വാങ്ങുമായിരുന്നു. അപ്പോൾ ഈ ഒരു റവന്യൂ സിസ്റ്റം അദ്ദേഹം അതിനെ വളരെ ഫ്ലെക്സിബിളാക്കി മാറ്റി. അതായത് വളരെ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് നികുതി വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഭൂമിയെ മുഴുവൻ സർവേ ചെയ്തു. അതായത് ഭൂമി മൊത്തം അളന്ന് തിട്ടപ്പെടുത്തി. ആ ഒരു തിട്ടപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ, കാരണം അവിടെ എത്ര വിളവ് ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നികുതി ചുമത്തുന്ന ഒരു സാഹചര്യമാണ് കൊണ്ടുവന്നത്. അതായത് അത് കൃഷിക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം എൻ്റെ കയ്യിലുള്ളത് വളരെ ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയാണെങ്കിൽ എനിക്ക് നല്ല വിളവ് കിട്ടും. മറിച്ച് അത്ര തന്നെ അളവ് ഭൂമി എനിക്കൊരു ബാരൻ ലാൻഡാണ് ഉള്ളതെങ്കിൽ, അതായത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലമാണ് ഉള്ളതെങ്കിൽ, അതായത് ഈ ഒരു ഭൂമിയുടെ അളവനുസരിച്ചാണ് നമ്മൾ നികുതി കൊടുക്കേണ്ടതെങ്കിൽ രണ്ടു പേരും നികുതി കൊടുക്കണം. അതായത് കൃഷി ചെയ്യാൻ ആവശ്യമായ ഫലഭൂയിഷ്ഠമായ ഭൂമിയില്ല എനിക്ക്, നികുതി കൊടുക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല, കാരണം എനിക്ക് വിളവ് കിട്ടുന്നുണ്ട്. മറിച്ച് ബാരൻ ലാൻഡുള്ള, അതായത് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു ഭൂമിയുള്ള ഒരാളാണെങ്കിൽ അയാളും ഭൂമിയുടെ അളവനുസരിച്ച് നികുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഷേർഷാ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയുടെ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ വിളവ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ സർവേ ചെയ്ത് അതിനനുസരിച്ച് ഒരു നികുതി സിസ്റ്റമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു നികുതി എങ്ങനെ കളക്ട് ചെയ്യുന്നു, അതായത് ഈ ഒരു നികുതി നൽകുന്നത് കൃഷിക്കാരനാണ്. പക്ഷേ ഈ ഒരു കൃഷിക്കാരിൽ നിന്ന് നികുതി ആര് കളക്ട് ചെയ്ത് ഈ ഒരു സുൽത്താന് കൊടുക്കുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു റവന്യൂ സിസ്റ്റത്തെ പല തരത്തിലായിട്ട് തിരിക്കാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ജാഗീർദാരി സിസ്റ്റവും ജമീന്ദാരി സിസ്റ്റവും. അപ്പോൾ ഈ ഷേർഷായുടെ കാലഘട്ടത്തിൽ ഈ ഒരു ജാഗീർദാരി സിസ്റ്റവും ജമീന്ദാരി സിസ്റ്റവും തുടരുന്നതിന് വേണ്ടി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സിസ്റ്റങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. അപ്പോൾ എന്താണ് ജാഗീർദാരി, എന്താണ് ജമീന്ദാരി എന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം ഈ ഒരു നികുതി പിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചില സ്ഥലങ്ങളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിളവ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അതിനനുസരിച്ച്, അതായത് കുറഞ്ഞ വിളവ് ലഭിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് വ്യത്യസ്തമായ നികുതിയൊക്കെ ഈടാക്കിയതായിട്ട് കാണുന്നുണ്ട്. അതായത് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല നികുതി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഫെർട്ടിലിറ്റി അനുസരിച്ചൊക്കെ നികുതി വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ റീഫോംസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഷേർഷാ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്താണ് ഈ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഭരണം നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ഒരു ജാഗീർദാരി അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ജമീന്ദാരി സിസ്റ്റം എന്നാണ്. നമ്മൾ വളരെ വിശദമായിട്ട് പോകുന്നില്ല, കാരണം അത് ബ്രിട്ടീഷുകാർ ഈ ഒരു ജമീന്ദാരി സിസ്റ്റമൊക്കെ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മളത് വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഈ ഒരു ജാഗീർദാരി സിസ്റ്റം എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതൊരു ലാൻഡ് ടെന്യൂർ സിസ്റ്റമാണ്. അതായത് ഭൂമി നൽകുക, ആ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു നികുതി കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ജാഗീർദാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൊണ്ടുവന്നത്, അതായത് ഇത് വളർന്നു വന്നത് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് നമ്മൾ മുൻപേ പഠിച്ച ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ജാഗീർദാരി സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ജാഗീർദാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രാജ്യത്തുള്ള ഭൂമി പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ അല്ലെങ്കിൽ ഒഫീഷ്യൽസിൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് കൊടുക്കുക. അവരെയാണ് ജാഗീർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജാഗീറിൻ്റെ കയ്യിലുള്ള ഭൂമിയാണ്
ഭൂമി. അപ്പോൾ ഈ ഒരു ജാഗീർദാരി സിസ്റ്റത്തിൽ ഈ ഒരു ജാഗീറിൻ്റെ ഉത്തരവാദിത്തമാണ് അതിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരിൽ നിന്നും നികുതി കളക്ട് ചെയ്ത് ഈ ഒരു രാജാവിന് അല്ലെങ്കിൽ സുൽത്താന് ഈ ഒരു സാധനം കൊണ്ടുകൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഭൂമി ആരുടെ കയ്യിലാണുള്ളത്? ഈ ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ടുള്ള ഈ ഒരു ജാഗീർദാറിൻ്റെ കയ്യിലാണ് ഉള്ളത്. ജാഗീർ എന്ന് പറഞ്ഞാൽ ഭൂമി, ജാഗീർദാർ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ജാഗീർദാരി സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ജാഗീർദാറിന് അല്ലെങ്കിൽ ജാഗീർ എന്ന് പറഞ്ഞാൽ ഭൂമി കൈകാര്യം ചെയ്യുന്ന ജാഗീർദാറിൻ്റെ കയ്യിലുള്ള ഈ ഒരു സിസ്റ്റത്തെ ജാഗീർദാരി സിസ്റ്റം. അപ്പോൾ ഈ ഒരു ജാഗീർദാറിന് ഈ ഒരു നികുതി കളക്ട് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹത്തിന് മറ്റൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സുൽത്താന് വേണ്ടിയിട്ട് മിലിറ്ററിയെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ കളക്ട് ചെയ്യുന്ന നികുതിയിൽ ഒരു ഭാഗം മാത്രമേ സുൽത്താന് പോവുകയുള്ളൂ. ബാക്കിയുള്ള ഭാഗം അദ്ദേഹത്തിന് ഈ ഒരു ജാഗീർദാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ആർമിയെ നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചു പോരുന്നു. അപ്പോൾ ഈ ഒരു ആർമിയെ സുൽത്താൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് വിട്ടുകൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമായിരുന്നു ജാഗീർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഡൽഹി സുൽത്താനേറ്റിൻ്റെ പീരീഡിൽ തുടങ്ങിയതാണ്. അത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം തുടരാൻ വേണ്ടി അനുവദിച്ചു. അടുത്തതാണ് ജമീന്ദാരി സിസ്റ്റം. അപ്പോൾ ഈ ഒരു ജാഗീർദാരി സിസ്റ്റത്തിൽ എന്താണ് കുഴപ്പം? അതായത് ഇൻ്റർമീഡിയേറ്റർ ആയിട്ടുള്ള ഈ ഒരു ജാഗീർദാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മിലിറ്ററിയെ കീപ്പ് ചെയ്യണം, കൂടാതെ അദ്ദേഹം നികുതി കൃത്യമായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ അദ്ദേഹം ഇതിൽ ഈ ഒരു ഭൂമിയിൽ ഈ ഒരു കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ കൂടുതലായിട്ട് ഇടപെടുകയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് പകരം മറ്റൊരു തരത്തിലുള്ള ഒരു സിസ്റ്റമായിരുന്നു ജമീന്ദാരി സിസ്റ്റം. ജമീന്ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂ ഉടമ എന്ന് നമുക്ക് പറയാം. അതായത് ലാൻഡ് ഓണറാണ്. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓണറാണ്, ഭൂമിയുടെ ഉടമയാണ്. അതായത് ഭൂമി ജമീന്ദാർക്ക് കൊടുക്കുകയാണ്, അതായത് ഒരാൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ ഒരു ഭൂമിയുടെ ഉടമസ്ഥരാണ്. ഇവിടെ നിന്ന് നിങ്ങൾ കൃഷി ചെയ്ത് കൃത്യമായ നികുതി ആർക്ക് ഏൽപ്പിക്കുക? സുൽത്താനെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്നത് വഴി ജമീന്ദാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ ഒരു ഭൂമിയുടെ മേലെ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പ് വന്നു. അപ്പോൾ ആ ഭൂമിയിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൂടുതൽ എഫേർട്ട് എടുക്കും. കാരണം വെള്ളം വേണം, ഇറിഗേഷൻ സിസ്റ്റം വേണം, വളങ്ങൾ വേണം, ഫെർട്ടിലൈസേഴ്സ് വേണം. അപ്പോൾ ഇത്തരത്തിലൊക്കെ അദ്ദേഹം നൽകിയിട്ട് കൂടുതൽ നൽകും, അതായത് കൂടുതൽ വിളവ് ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാനമാണ് ഈ ഒരു ജമീന്ദാരി സിസ്റ്റത്തിന് മേലുള്ളത്. പ്രധാനമായിട്ട് ഈ ഒരു ജമീന്ദാറായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ഈ ഒരു രാജകൊട്ടാരത്തിലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിലുള്ള നോബിൾസ് ഒക്കെയാണ്. അപ്പോൾ അതായത് രാജാവുമായിട്ട് അല്ലെങ്കിൽ സുൽത്താനുമായിട്ട് ബന്ധത്തിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെയാണ് ജമീന്ദാറൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ രണ്ട് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാലും സുൽത്താനിലേക്ക് നികുതി എങ്ങനെയായാലും എത്തും. പക്ഷേ ഇത് രണ്ട് സിസ്റ്റവും അതിൻ്റേതായ ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കുക, ജാഗീർദാരി സിസ്റ്റവും ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞ രണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ രണ്ട് സിസ്റ്റവും ഷേർഷായുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഷേർഷായുടെ കാലഘട്ടത്തിലുള്ള മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രേഡിനെ അല്ലെങ്കിൽ കച്ചവടത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഷേർഷായുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ടാക്സേഷൻ സിസ്റ്റം, അതായത് നികുതി. നമ്മുടെ നാട്ടിലായാലും നമുക്കിപ്പോൾ ഓരോ സാധനത്തിനും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നികുതി കൊടുക്കേണ്ടത് എന്നൊക്കെ വളരെ അവ്യക്തമായ ധാരണയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നികുതി പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു നികുതി ഈടാക്കുന്നതിന് വളരെ സിംപ്ലിഫൈഡ് ആയ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതായത് രണ്ട് സ്ഥലത്താണ് നികുതി. ഒന്നുകിൽ പുറത്തുനിന്ന് വരുന്ന ഒരു സാധനം നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്ന സമയത്ത് ആ ഒരു എൻട്രി പോയിന്റിൽ നികുതി കൊടുത്താൽ മതി, വേറെ എവിടെയും നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് പോയിന്റ്, പുറത്തേക്ക് പോകുന്ന ആ ഒരു പോയിന്റിൽ മാത്രം നികുതി കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് എൻട്രി ആൻഡ് പോയിന്റ് ഓഫ് സെയിൽ സിസ്റ്റം, കൂടാതെ കച്ചവടം നടത്തുന്ന സ്ഥലത്തും ഒരു ടാക്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഷേർഷാ അഡ്മിനിസ്ട്രേഷൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് ടാക്സ് റീഫോംസ് നടത്തി, അതായത് ഈ ഒരു നികുതി പിരിക്കുന്നതുമായിട്ട്, കച്ചവടത്തിൽ നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടാക്സ് റീഫോം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുക. അത് ഈ ഒരു നികുതി പിരിക്കുന്ന സിസ്റ്റത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റൽ കണ്ടൻറ്റിൽ, അതായത് നമുക്കറിയാം നാണയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. നാണയത്തിൽ തന്നെ സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, മറ്റ് കോപ്പർ കോയിനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോയിനുകളിൽ സ്വർണ്ണത്തിൻ്റെ അളവും വെള്ളിയുടെ അളവും ഈ ഒരു കോപ്പറിൻ്റെ അളവും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അളവ് കൃത്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റൽ കണ്ടൻറ്റ്, അതിൽ എത്ര സ്വർണം വേണം, എത്ര വെള്ളി വേണം, എത്ര കോപ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഈ ഒരു ഷേർഷാ അഡ്മിനിസ്ട്രേഷൻ്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുതിയ കറൻസി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കറൻസി സിസ്റ്റം നമുക്കറിയുന്ന പേരാണ് റുപ്പിയ കോയിൻ സിസ്റ്റം. നമ്മളുടെ ഇന്നത്തെ നാണയം ഏതാണ്? രൂപ. ഈ രൂപ അല്ലെങ്കിൽ റുപ്പിയ.
അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ഷേർഷായുടെ കാലഘട്ടത്തിലാണ് ഓർത്തു വെക്കുക. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു റുപ്പിയ കോയിനാണ് വലതുവശത്ത് കാണുന്നത്. അപ്പോൾ ഈ അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു റുപ്പിയ കോയിനാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മുഗൾ പീരീഡിലും ഈ ഒരു കോയിൻ ക്യാരി ഫോർവേഡ് ചെയ്തു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് അവർ കോയിനുകൾ നൽകാൻ തുടങ്ങിയപ്പോൾ അവരും ഈ ഒരു റുപ്പിയ സിസ്റ്റം പോലെയുള്ള കോയിനുകളാണ് പിന്തുടർന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാണയത്തിൻ്റെ പേര് രൂപ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റുപ്പിയ എന്ന് ഹിന്ദിയിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ റുപ്പിയ കോയിൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കണം. അത് ഷേർഷാ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഷേർഷാ സൂരി ആയിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഇതിനു മുൻപേ നമ്മൾ വേറൊരു കോയിൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ. ഏതാണ് ആ കോയിൻ സിസ്റ്റം എന്ന് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പഠിക്കുക, അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിക്കുക. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു ഷേർഷായുടെ കാലഘട്ടത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അദ്ദേഹം മറ്റൊരു റീഫോംസ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകളുമായി ബന്ധപ്പെട്ടതാണ്. റോഡുകളുമായി ബന്ധപ്പെട്ട് കച്ചവടം വർദ്ധിപ്പിക്കുക. കച്ചവടം വർദ്ധിപ്പിക്കണമെങ്കിൽ കൃത്യമായ റോഡുകൾ വേണം, അതായത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ വേണം. അപ്പോൾ അദ്ദേഹം നമ്മൾ ഇന്നത്തെ പോലെ തന്നെ വളരെ ഹൈവേ സിസ്റ്റം, അതായത് വളരെ നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഹൈവേ സിസ്റ്റമൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ പഴയ റോഡുകളെയൊക്കെ റിപ്പയർ ചെയ്ത് നല്ല റോഡുകളാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉദാഹരണമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് വിളിക്കുന്ന ഒരു റോഡുണ്ട്. നമുക്കൊക്കെ കാബൂളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാബൂളിൽ നിന്ന് ഇന്ത്യ വഴി നമ്മുടെ ബംഗാൾ വരെ പോകുന്ന ആ ഒരു റോഡാണ് ഈ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അപ്പോൾ ഈ ഒരു റോഡ് വളരെ മുന്നേ തന്നെ 300 BC തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു റൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഇത് ഉപയോഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വഴി, ഈ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്ന ഈ ഒരു റോഡിനെ വളരെ നീറ്റായിട്ട് റിപ്പയർ ചെയ്ത് വികസിപ്പിച്ചത് ഈ ഒരു ഷേർഷാ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഷേർഷാ സൂരി ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഗ്രാൻഡ് ട്രങ്ക് റോഡ് റിപ്പയർ ചെയ്ത ഭരണാധികാരി ആരാണെന്ന് ചോദ്യം വരാറുണ്ട്. അത് ഓർത്തു വെക്കണം, ഷേർഷാ സൂരി ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അത് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്ത് അത് ബംഗാളിലെ ഈ ഒരു സൊനാർഗാവോൺ എന്ന് പറയുന്ന പ്രദേശം വരെ അദ്ദേഹം എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ ഈ ഒരു റോഡിൻ്റെ സൈഡിലൊക്കെ അദ്ദേഹം റെസ്റ്റ് ഹൗസുകൾ, അതിനെയാണ് സറായിസ് എന്ന് വിളിക്കുന്നത്, അപ്പോൾ റെസ്റ്റ് ഹൗസുകൾ പണിതിരുന്നു. ഈ ഒരു റെസ്റ്റ് ഹൗസുകളിൽ വെച്ച് അദ്ദേഹം ഈ ഒരു കച്ചവടക്കാർക്ക് ഭക്ഷണവും ഒരു താമസത്തിനുള്ള സൗകര്യമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതായത് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിക്ക് വേണ്ടി അനുകൂലമായ നടപടികൾ, കൂടാതെ രാജ്യത്തെ ലോ ആൻഡ് സിവിൽ സിസ്റ്റം, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു മോഷ്ടാക്കളെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഷേർഷാ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഷേർഷാ സൂരി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹം സംഭാവനകൾ കൊടുക്കുന്നത് വളരെ പ്രശസ്തമാണ്. അദ്ദേഹം വളരെ ദയാദാക്ഷിണ്യമുള്ള ആളായിരുന്നു. അദ്ദേഹം വളരെയധികം സംഭാവനകൾ കൊടുക്കുമായിരുന്നു, പ്രത്യേകിച്ചും മതവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം ഒരു സുന്നി ഇസ്ലാമാണ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലത്തെ ജസ്റ്റിസ് സിസ്റ്റം, അതായത് നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കോടതികളെ പോലെ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബയാസ് ഇല്ലാത്തതായിരുന്നു. അതായത് ഒരാൾക്കും അനുകൂലമായി നിൽക്കാത്ത തരത്തിലുള്ള ഒരു സിസ്റ്റമായിരുന്നു. അദ്ദേഹം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര അടുത്ത ആളായിക്കോട്ടെ, എത്ര ബന്ധുവായിക്കോട്ടെ, കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് സിസ്റ്റം എന്താണ്, അതായത് നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ബയാസ്ഡ് അല്ലായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെ പഠിച്ചപ്പോൾ പല രാജാക്കന്മാരും എന്താണ് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേർഷായുടെ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് അധികം കെട്ടിടങ്ങളൊന്നും പണിതിട്ടില്ല. അദ്ദേഹം വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ പണിതിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്, നമ്മുടെ ഡൽഹിയിൽ, അതായത് ഒരു നഗരത്തിന് ചുറ്റും ഒരു മതിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് അദ്ദേഹം പുരാന ഖില, അതായത് പഴയ കോട്ട എന്നുള്ള രീതിയിൽ പുരാന ഖില, ഇന്നും ഡൽഹിയിൽ പുരാന ഖില എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു പുരാന ഖില എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ പുരാന ഖില പണിതത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേർഷാ സൂരി ആണെന്ന് ഓർത്തു വെക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മുസോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശവക്കല്ലറയൊക്കെ വയ്ക്കുന്ന ആ ഒരു പ്രദേശം. അപ്പോൾ ആ ഒരു മുസോളിയം എന്ന് പറയുന്നത് പണിതത് സസാറാമിൽ അദ്ദേഹം പണിതിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. കാരണം അദ്ദേഹത്തിന് 5 വർഷ കാലഘട്ടമുള്ളൂ. കൂടുതലായും അദ്ദേഹം ഇത്തരത്തിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൃഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടികളിലേക്കാണ് ശ്രദ്ധ കൊടുത്തത്. കൂടുതൽ ആർക്കിടെക്ചർ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വലതുവശത്തുള്ള ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു 5 വർഷത്തെ കാലഘട്ടത്തെ ഒരു സമ്മറിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ സിവിൽ സിസ്റ്റം, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, റുപ്പിയ എന്ന് പറയുന്ന കോയിൻസ് കൊണ്ടുവന്നു, പിന്നെ പോസ്റ്റൽ സിസ്റ്റത്തെ ഓർഗനൈസ് ചെയ്തു, കൂടാതെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് നീറ്റാക്കി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു
ഷേർഷാ സൂരിയുടെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേർഷായെക്കുറിച്ചും ഷേർഷാ സൂരിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്തെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചും വളരെയധികം വിശദമാക്കി. അപ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുകൂടാൻ പറ്റാത്ത കുറച്ച് പോയിന്റുകളുണ്ട്. ഒന്ന്, അദ്ദേഹം കൊണ്ടുവന്ന കോയിനാണ്. ആ ഒരു കോയിൻ്റെ പേര് റുപ്പിയ കോയിൻ. മറന്നുപോയില്ല, കാരണം നമ്മുടെ കോയിൻ തന്നെയാണ്. അത് ആര് കൊണ്ടുവന്നത് ഓർത്ത് വെക്കണം. ഇത് തന്നെയാണ് മുഗൾ പീരീഡിലും പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കോയിനിലേക്കും ഒക്കെ കൊണ്ടുവന്നത് ഓർത്ത് വെക്കണം. അദ്ദേഹമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് വികസിപ്പിച്ചത്, അല്ലെങ്കിൽ വികസിപ്പിച്ച് അതിനെ റിപ്പയർ ചെയ്ത് റെഡിയാക്കിയത് എന്നുകൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഷേർ ഖാൻ എന്നുകൂടി അറിയപ്പെടുന്നതെന്ന് ഓർത്തുക. പുരാന കില, ഓൾഡ് ഫോർട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ മുസോളിയം അല്ലെങ്കിൽ ശവക്കല്ലറയുള്ളത് സസാറാമലാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയായാൽ നമ്മൾ ഷേർഷാ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വീണ്ടും അധികാരം ആരിലേക്ക് പോവുകയാണ്? ഹ്യൂമയൂണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹ്യൂമയൂണിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ പരമാവധി എത്തിക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.